ശരി. 4-ാം സങ്കീർത്തനത്തിന്റെ ആമുഖം, ഉദ്ദേശ്യം, പ്രസംഗകർക്കുള്ള 12 ആരാധനാ ചിന്തകൾ, ഓരോ ചിന്തയ്ക്കും ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ, ഉപസംഹാരം എന്നിവ പറയാം. ആമുഖം. ദാവീദ് രാജാവ് തന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് 4-ാം സങ്കീർത്തനം. ഇത് ദൈവത്തിലുള്ള ആശ്രയത്തെയും അവന്റെ നീതിയെയും എടുത്തു കാണിക്കുന്നു. ഉദ്ദേശ്യം: കഷ്ടതകളിൽ ദൈവത്തിലുള്ള ആശ്രയം പ്രോത്സാഹിപ്പിക്കുക, ദൈവത്തിന്റെ നീതിയും വിശ്വസ്തതയും വെളിപ്പെടുത്തുക, പ്രാർത്ഥനയുടെ ശക്തി ഓർമ്മിപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹം അറിയിക്കുക എന്നിവയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പ്രസംഗകർക്കുള്ള 12 ആരാധനാ ചിന്തകളും വാക്യങ്ങളും. 1. ദൈവത്തിലുള്ള ആശ്രയം. കഷ്ടതകളിൽ ദൈവം നമുക്ക് അഭയസ്ഥാനവും സംരക്ഷകനുമാണ്. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കരുളി ചെയ്യണമേ. കഷ്ടതയിൽ അങ്ങ് എനിക്ക് ആശ്വാസം നൽകി. എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 2. പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കാനും അവന്റെ സഹായം തേടാനും കഴിയും. നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യാതിരിക്കുവിൻ. കിടക്കയിൽ വച്ച് ഹൃദയത്തിൽ ധ്യാനിച്ചു ശാന്തരാകുവിൻ. 3. ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം നമ്മെ ഒരിക്കലും കൈവിടാതെ വിശ്വസ്തതയോടെ കാത്തുസൂക്ഷിക്കുന്നു. കർത്താവ് തനിക്കുവേണ്ടി ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് കേൾക്കും. 4. ദൈവത്തിന്റെ സംരക്ഷണം. ദൈവം നമ്മെ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അനേകർ ചോദിക്കുന്നു, ആര് നമുക്ക് നന്മ കാണിച്ചു തരും? കർത്താവേ, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. 5. ദൈവത്തിന്റെ സമാധാനം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമുക്ക് സമാധാനം നൽകുന്നു. ധാന്യവും വീഞ്ഞും സമൃദ്ധമായി ലഭിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം അങ്ങ് എന്റെ ഹൃദയത്തിൽ നൽകി. 6. ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നു. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും. കർത്താവേ, അങ്ങ് മാത്രമാണ് എന്നെ സുരക്ഷിതനായി വസിക്കുമാറാക്കുന്നത്. 7. ദൈവത്തിന്റെ ഉത്തരം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് കേൾക്കും. 8. ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം നമ്മോടൊപ്പം എല്ലായ്പ്പോഴുമുണ്ട്. കർത്താവേ, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. 9. ദൈവത്തിന്റെ വിടുതൽ. ദൈവം നമ്മെ എല്ലാ കഷ്ടതകളിൽ നിന്നും വിടുവിക്കുന്നു. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കരുളി ചെയ്യണമേ. 10. ദൈവത്തിന്റെ കരുണ. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 11. ദൈവത്തിന്റെ ശക്തി. ദൈവം നമുക്ക് ശക്തി നൽകുന്നു. കർത്താവേ, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. 12. ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്നു. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും. കർത്താവേ, അങ്ങ് മാത്രമാണ് എന്നെ സുരക്ഷിതനായി വസിക്കുമാറാക്കുന്നത്. ഉപസംഹാരം. കഷ്ടതകളിൽ ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനയുടെ ശക്തിയും ദൈവത്തിന്റെ വിശ്വസ്തതയും സംരക്ഷണവും സമാധാനവും ഈ സങ്കീർത്തനം എടുത്തു കാണിക്കുന്നു. അതിനാൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനും അവനെ ആരാധിക്കാനും നമുക്ക് ശ്രമിക്കാം.